എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമായ ലോട്ടസ് ടെമ്പിൾ എന്ന ബഹായ് ക്ഷേത്രമാണ്. അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം, എൻജോയ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനും മറക്കരുത്. പിന്നെ ഇതാണ് അവിടുത്തെ പാർക്കിംഗ് പ്ലേസ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. MCD പാർക്കിംഗ് ഏരിയയാണ്. ആവശ്യത്തിന് സ്പേസ് ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ പോയത് ഒരു ഉച്ചതിരിഞ്ഞ സമയത്തായിരുന്നു. ഇപ്പോൾ അതായത് ഈ മാസം ഏപ്രിൽ, ഇപ്പോൾ കുറച്ച് ചൂടുള്ള സമയമാണ് ഡൽഹിയിൽ. കുറച്ചല്ല, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ വെള്ളമൊക്കെ കൊണ്ടുപോകാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു നല്ല സേഫായിട്ട്. ഇത് പാർക്കിംഗ് ഏരിയയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മേളിലോട്ടും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞങ്ങളിനി എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇവിടെ ഫീസ് ഒന്നുമില്ല, എൻട്രൻസ് ഫീ ഒന്നുമില്ല, ഫ്രീ ആണ് എൻട്രി. ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇത് ആണ് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ, അതായത് ബഹായ് ക്ഷേത്രം. ഇവിടെ നല്ലൊരു ലെയിൻ ഏരിയ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ഏക്കറിൽ നാനാജാതി മതസ്ഥർ ഇവിടെ വരുന്നുണ്ട്. മലയാളികളെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, അതായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. വളരെ മനോഹരമായി ഇവിടുത്തെ പൂന്തോട്ടം എല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. വരും എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും നല്ല ചാതുര്യമുള്ളതുമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ളതാണിത്. 27 ദളങ്ങളുണ്ട് ഇതിന്. ഇതിൻ്റെ ശില്പി ഒരു ഇറാൻകാരനാണ്. ഇതിൻ്റെ ഉൾവശത്ത് 2500ഓളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര മനോഹരമായ പൂന്തോട്ടം അല്ലേ. ഒത്തിരിയും ഏക്കറുകൾ ഉണ്ടായിരുന്നു. ഇത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, എത്ര മനോഹരമായ നമ്മുടെ ലോട്ടസ് ടെമ്പിൾ അല്ലേ. കുറച്ചുകൂടെ വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇടും. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇതൊരു വർഷിപ്പ് പ്ലേസ് ആണ്. എല്ലാവരും ഇവിടെ വന്ന് വളരെ സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അവരവരുടെ മതത്തിൽ എന്തോ ഉള്ള പ്രാർത്ഥനകളൊക്കെ സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാവരും അച്ചടക്കത്തോടെ നിന്ന് എല്ലാം ചെയ്യുന്നു. എൻട്രൻസിലേക്ക് പോവുകയാണ് ഞങ്ങളും. ഇവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ടാണ് ഈ കവർ തരുന്നത്. അതിനകത്ത് നമ്മുടെ ഷൂസും ചെരുപ്പുകളൊക്കെ ഇട്ട് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇത് ഞങ്ങളും കൊണ്ടുപോവുകയാണ് കവറിനകത്ത് ഇട്ട് ഞങ്ങളുടെ ചെരുപ്പുകൾ ഇട്ടിട്ട്. അവിടെ ഒരു ഗൈഡുണ്ട്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിർത്തി ബഹായ് ക്ഷേത്രത്തിനെ കുറിച്ച് എക്സ്പ്ലനേഷനൊക്കെ തരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. ഫോണും ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഇവിടെ നമ്മളെ ലൈൻ നിർത്തി ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുക. ഞങ്ങൾ ആകമെല്ലാം കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് മനസ്സൊക്കെ കുറച്ച് ശാന്തമാക്കിയാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾക്ക് തന്ന ആ കവർ അവിടെ തിരിച്ചു കൊടുക്കണം. അത് അവർ നന്നായിട്ട് അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇടാനായിട്ട് നമുക്ക് സൗകര്യമുണ്ട്. ഇതിന് ഏകദേശം 9 വാതിലുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഫ്ലോറൊക്കെ നല്ല വൈറ്റ് മാർബിൾ കൊണ്ടാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുകയാണ് അവിടെ.
ഞങ്ങൾ വെളിയിലോട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് വേറൊരു വാതിലിൽ കൂടിയാണ്. അവിടെ നമുക്ക് ചെറിയൊരു ബുക്ക്ലെറ്റ് കിട്ടും ഇവിടുത്തെ ഹിസ്റ്ററിയെക്കുറിച്ചും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രെയറുകളുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രെയേഴ്സ് നമുക്കത് നോക്കി പ്രാർത്ഥിക്കാനുള്ള ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ബുക്ക്ലെറ്റിൽ. 9 കുളങ്ങളും ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ് ആ ബുക്ക്ലെറ്റ്. ഹോളി റൈറ്റിംഗ് എന്നാണ് അത് എഴുതിയേക്കുന്നത് കേട്ടോ. ബഹായ് പ്രേയേഴ്സ് ആണ്. ഞങ്ങൾ ഇത് ഇറങ്ങി പോകാനുള്ള വഴിയാണത്. ചൂടാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടം കാണാനായിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ചെടികളെല്ലാം നന്നായിട്ട് കട്ട് ഷോട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അതൊരു അങ്കിളും ആൻറ്റിയാണ്. ആൻറ്റിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അങ്കിള്. അവരുടെ സ്വീറ്റ് മെമ്മറീസിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നു, എടുത്ത് വയ്ക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ അല്ലേ ഇത് നമ്മുടെ ഒരു പുരാതന എന്താ പറയുക മോനുമെൻ്റ് അല്ലേ. അപ്പം ഇവിടെ വരുന്നത് നമ്മുടെ സ്വീറ്റ് മെമ്മറി ആണല്ലോ. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കും. എത്ര എടുത്താലും ആർക്കും മതിയാവത്തില്ല. അതുപോലെ എല്ലാവരും ഇതെല്ലാം എടുക്കുന്ന കണ്ടു. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ഏരിയ എന്ന് പറയുന്നത് വാഷ്റൂം ഫെസിലിറ്റീസ് ആണ്. എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്കും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. നീറ്റായിട്ടായിരുന്നു അതും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ചെമ്പകമൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. മാവിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഭംഗിയുള്ളൊരു ഏരിയ ആണ്. കുറേ ഏക്കർ സ്പേസ് ഉണ്ട്. അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിനും ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. മാവാണ് കേട്ടോ. ഇതിൻ്റെ കീഴിൽ നല്ല കിളികളൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഈ വഴിയിലോട്ട് കയറി. അതിൽ വീൽ ചെയറിലുമൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊരു ആന്ധ്രാപ്രദേശ് ഫാമിലി ആയിരുന്നു. അവർ വീൽ ചെയറിൽ അവരുടെ അമ്മയാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത്. ആൾക്കാർ ഇതിനൊക്കെ എഫേർട്ട് എടുക്കുന്നതെന്ന് കണ്ടത് തന്നെ വളരെ സന്തോഷം. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സെക്യൂരിറ്റി ചെക്ക് ചെയ്ത ആ വഴി കൂടെ തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടി ഇതവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഈ ബഹായ് ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോകുന്ന വഴിയിൽ നിറയെ കച്ചവടക്കാരായിരുന്നു. എല്ലാവിധ സാധനങ്ങളും, ഫുഡ് ഐറ്റംസും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സൺഗ്ലാസസ് ഇഷ്ടം പോലെ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിതെല്ലാം നോക്കി കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതിയെ പാർക്കിങ്ങിലോട്ട് നടക്കുമായിരുന്നു.
അതിലൊരു കടയിൽ ഞങ്ങളും കയറി. നല്ല ഭംഗിയുള്ള ബാഗ് കണ്ടു. അതൊക്കെ ഒന്ന് പിടിച്ച് നോക്കുകയൊക്കെ ചെയ്തു. ജസ്റ്റ് വിലയൊക്കെ ചോദിച്ചു. എനിക്ക് 250 രൂപ മറ്റോ പറഞ്ഞെന്ന് തോന്നുന്നു. 250 രൂപയാണ് പറഞ്ഞത്. വളകളും വാച്ചുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നീ അതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട് എല്ലാം കാണാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയായിരുന്നു കേട്ടോ. കീ ചെയിൻസ് ആണ് ഇതെല്ലാം. കീ ചെയിൻസ് ഒക്കെ തൂക്കിയിട്ടുണ്ട്, ബാഗുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ പൂജാ സാധനങ്ങൾ, ഇത് ഗോൾഗപ്പയുടെ കട, പിന്നെ പുതിനയുടെ വെള്ളം, അത് കൊണ്ടുള്ള വെള്ളം, അതിൻ്റെ കടകൾ, കൂൾ ഡ്രിങ്ക്സിൻ്റെ ഏരിയകൾ, സോഡ, അങ്ങനെ പല പല സാധനങ്ങൾ, ബാഗുകളുടെ തന്നെ കട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പാർക്കിങ്ങിലോട്ട് പോകുന്നതിൻ്റെ സൈഡിലാണ് ഇതൊക്കെ. ഇത് പൂജയ്ക്കുള്ള സാധനങ്ങളാണ്. കുങ്കുമം, അങ്ങനെ പല പല സാധനങ്ങൾ. പിന്നെ ഇവിടെയും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ 60 രൂപ ആണ് പേ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. ഇന്ത്യ ഗേറ്റാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ലോട്ടസ് ടെമ്പിൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.